ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് തിരുസഭ മാതാവ് പെന്തക്കൊസ്ത തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാരുടെ മധ്യേ വന്നു നിന്നുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുന്ന രംഗമാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ തിരുസഭ മുഴുവനും തിരുസഭയുടെ തിരുനാൾ കൂടെ ആഘോഷിക്കുന്നൊരു ദിവസമാണ്. എല്ലാവരുടെ മുൻപിലും തിരുസഭ അവതരിപ്പിക്കപ്പെട്ട ഒരു ദിവസം കൂടെയാണ് ഇന്ന്. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മേലും ആവസിച്ച് കഴിഞ്ഞപ്പോൾ ശക്തിയോടെ സുവിശേഷം പ്രസംഗിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരെ ഇന്ന് തിരുസഭ തിരിച്ചറിയുകയും ലോകത്തിന് മുമ്പിലേക്ക് നൽകുകയുമാണ്. ഈ തിരുനാൾ ഒരു ഓർമ്മയാണ്. ഇത് പരിശുദ്ധാത്മാവിനെ പ്രത്യേകിച്ച് സ്വീകരിക്കാനുള്ള ഒരു തിരുനാളല്ല, മറിച്ച് നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർമ്മിക്കുവാനും ആത്മാവിൻ്റെ ശക്തിയുടെ നിറവിനെ വീണ്ടെടുത്തുകൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനുമുള്ള ഒരു വിളിയുടെ തിരുനാളാണ്. പലപ്പോഴും ചില തെറ്റിദ്ധാരണകളുണ്ട്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ചില മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും അവർ ഒരു യാഥാർത്ഥ്യം മറന്നു പോകുന്നവരാണ്. ജ്ഞാനസ്നാന അവസരത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി ഒരുങ്ങി അവിടുത്തെ സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ സ്വീകരിച്ചവരാണ് നാം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാണ്. ഈ ആത്മാവിൻ്റെ നിറവിനെ ഓർമ്മിക്കാനുള്ള ഒരു തിരുനാളാണ് ഈ പെന്തക്കൊസ്ത തിരുനാൾ. അപ്പോസ്തലന്മാരുടെ ശക്തിയോടെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും സുവിശേഷം ജീവിക്കാൻ വിളിക്കപ്പെട്ടവനും അങ്ങനെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിച്ചവരുമാണെന്ന് ഈ തിരുനാൾ നമ്മെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാളിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത് ക്രൈസ്തവരുടെ മാത്രം ഒരു തിരുനാളല്ല. അതിനു മുൻപ് യഹൂദർ ഈ തിരുനാൾ ഷാവോത്ത് എന്ന് പറയുന്ന പേരിൽ ആഘോഷിച്ചിരുന്നു. ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത് പെന്തക്കോസ്ത എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം തന്നെ 50-ാമത്തെ ദിവസം എന്നാണ്. അതായത് പെസഹായ്ക്ക് ശേഷം 50-ാമത്തെ ദിവസം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന യഹൂദർ അതിൻ്റെ ഓർമ്മയ്ക്കായി പെസഹ ആഘോഷിക്കുമ്പോൾ അതിനുശേഷം 50-ാം ദിവസമാണ് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. അവർ ഷാവോത്ത് എന്ന് പറയുന്ന ഒരു നാമത്തിലും ഈ തിരുനാളിനെ വിളിച്ചിരുന്നു. ഈ തിരുനാൾ ഷാവോത്തിൽ അവർ ആഘോഷിച്ചിരുന്നത് മോശ വഴി ദൈവം അവർക്ക് നൽകിയ കൽപ്പനകളെ തോറ അത് സ്വീകരിച്ചതിനെ കുറിച്ചുകൂടെ ഓർമ്മയാണ്. എന്നാൽ ഈ കൽപ്പന ഇത് വെറും ഒരു സൂചന, അതായത് കൽപ്പനകൾ നൽകിയതിൻ്റെ സൂചനയല്ല, ഇതൊരു സംരക്ഷണത്തിൻ്റെ സൂചന കൂടിയാണ്. അതായത് അടിമത്തത്തിലായിരുന്ന ജനത്തെ തിരികെ കൊണ്ടുവന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരുടെ തന്നിഷ്ടത്തിന് ജീവിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവ ആഗ്രഹപ്രകാരം നന്മയോടെ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ് ദൈവം. അതാണ് ഈ തിരുനാളിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെ ദൈവം എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എൻ്റെ ജനമായിരിക്കണം, അതിന് നിങ്ങൾ ഉടമ്പടി പാലിക്കണം. ആ ഉടമ്പടിയാണ് ഈ നിയമം എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നന്മ നിറഞ്ഞൊരു ജീവിതം. അപ്പോൾ ഇത് മനുഷ്യരെ വെറുതെ ഒറ്റയ്ക്കാക്കുന്നൊരു ദൈവത്തെക്കുറിച്ചല്ല, കൂടെ നടന്ന് സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ തിരുനാളിൻ്റെ ഒരു പൂർണ്ണത കൈവരുന്നത് നമ്മുടെ ക്രൈസ്തവർ ആഘോഷിക്കുന്ന പെന്തക്കോസ്തയിലാണ്. അവിടെ നൽകപ്പെട്ടത് നിയമമാണെങ്കിൽ ഇവിടെ ദൈവമായ ആത്മാവിനെ തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ആത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ളൊരു വിളിയിലേക്ക് ഓരോ ക്രൈസ്തവനെയും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ഈ ആത്മാവ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അത് വളരെ മനോഹരമായി യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനാണ്. സ്വീകരിച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നൊരു കാര്യം, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവ ക്ഷമിക്കപ്പെടുമെന്നാണ്. ഇപ്പം ഇവിടെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന ആദ്യ ശിഷ്യന്മാരെക്കുറിച്ചാണ്, അപ്പോസ്തലന്മാരെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇവർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയാണ്. കാരണം ക്രിസ്തുവിനെ കൊന്ന യഹൂദർ തങ്ങളെയും കൊല്ലുമെന്നുള്ള ഭയത്തിലാണ് അവർ. അങ്ങനെ കഥകടച്ചിരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് യേശുനാഥൻ കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ നൽകിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ക്ഷമിക്കാനുള്ളൊരു മനസ്സാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. നാം ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നത് ആരെയും കൊല്ലാനോ ആരെയും നശിപ്പിക്കാനോ അല്ല, മറിച്ച് സ്നേഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവരെ ക്രിസ്തുവിന് വേണ്ടി നേടാനാണ്. ഇതിനു വേണ്ട ഒരു അസാധാരണ ധൈര്യമുണ്ട്. നമുക്ക് ഈ കൊല്ലാനും കൊലവിളിക്കാനും വേണ്ട ധൈര്യത്തിനേക്കാൾ ഉപരി ധൈര്യം ക്ഷമിക്കാനും പൊറുക്കാനും വേണമെന്ന് ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുനാൾ കൂടെയാണ്. ക്രൈസ്തവരുടെ മുഖമുദ്രയായി മാറേണ്ട 2 ഗുണങ്ങളാണ് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നതും സ്നേഹിക്കുക എന്ന് പറയുന്നത്. അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണെന്ന് യേശുനാഥൻ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ തിരിച്ചറിയേണ്ട ഒരു വിളിയാണ് പരിശുദ്ധാത്മാവിൻ്റേത്. കാരണം
ക്ഷമിക്കാൻ മറന്നു പോകുന്ന ജനത്തിൻ്റെ ഇടയിലേക്കാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പലപ്പോഴും മതത്തിൻ്റെ പേരിൽ പോലും, ക്രിസ്തുവിൻ്റെ പേരിൽ പോലും കൊല വിളിക്കാനും കൊല്ലാനും നമ്മെ പലരും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ആത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ക്ഷമിക്കാനും സ്നേഹിക്കാനുമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരുത്ത് നമുക്ക് നൽകുകയാണ്. ആരെയും നശിപ്പിക്കാനല്ല, എല്ലാവരെയും വളർത്തുവാനുള്ള വിളിയാണ് ആത്മാവിന് വഴി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. മിക്കവാറും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഈ നമ്മൾ ഒരുങ്ങുന്ന ആ തിരുനാൾ സ്ഥൈര്യലേപനത്തിൽ പറയുന്നൊരു കാര്യം, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പടയാളികളായി മാറിയെന്നാണ്. ഈ പടയാളികളായി മാറുന്നത് ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി ജീവൻ പോലും വഴികളിക്കാനാണ്. ആരെങ്കിലും കൊന്നു തള്ളാനല്ല പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇനി ഈ ഒരു ബോധ്യം ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല. ആ ഒരു വിളി നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോധ്യം നമുക്ക് ഇല്ലാതാവണം. നമ്മൾ ഒറ്റയ്ക്കല്ല. ആത്മാവ് നമ്മുടെ തലയ്ക്ക് മീതെ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു അഭിഷേകമായി ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഇത് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയായി മാറുന്നുണ്ട്. കാരണം ബാബേൽ ഗോപുരം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ ചിതറിക്കപ്പെട്ട് അവർക്കുണ്ടായിരുന്ന ആ ഒരു ഒരുമ നശിച്ചിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവർ സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുകയാണ്. അപ്പോൾ അവിടെ ആ ഒരുമ വീണ്ടെടുക്കാനാണ്. അപ്പോൾ നശിപ്പിക്കുന്നതിനോ ആരെങ്കിലും മാറ്റി നിർത്തുന്നതിനോ അല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുന്നതിനും സ്നേഹത്തിൻ്റെ ലാംഗ്വേജ് കൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വിളിയാണിത്. അത് ഭയന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ മുകളിലേക്ക് ആത്മാവ് വരുന്നുണ്ട്. ആ ഭയപ്പാടിനെ എടുത്ത് മാറ്റുകയാണ്. കാരണം കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം എന്നാണ് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നത്. വലിയൊരു കൊടുങ്കാറ്റിൻ്റെ ശബ്ദം, പിന്നെ തീനാവുകളുടെ രൂപത്തിൽ തീയും നാവുമായി ആത്മാവ് അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ കൊടുങ്കാറ്റ് സൂചിപ്പിക്കുന്നത് ആർക്കും തടയാനാകാത്ത ശക്തിയോടെ ഈ ഭയപ്പാടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന ശിഷ്യന്മാരെ കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലുള്ള ഭയപ്പാടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ കൊടുങ്കാറ്റായി ഈ ലോകത്തിലേക്ക് ആഞ്ഞടിക്കണം. അതാരെയും നശിപ്പിക്കാനല്ല, എല്ലാവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ്. ഈ ആത്മാവ് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരാത്മാവായി മാറണം. വളരെ മനോഹരമായ ഒരു രംഗം ഈ ഫ്രാൻസിസിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫ്രാൻസിസിയെ ഒത്തിരി അധികം തകർക്കുവാനായി ശ്രമിച്ചിരുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ജീവിച്ചിരുന്നു. അപ്പോൾ പിന്നീട് ഫ്രാൻസിസ് ഈ സഭയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ഒരു പാതിരാത്രിയിൽ കതക് മുട്ടുമ്പോൾ ഫ്രാൻസിസ് തുറന്നു നോക്കുമ്പോൾ ഈ വൈദികൻ പുറത്തു നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് ചോദിക്കുന്നുണ്ട്, ആരാണ് അങ്ങേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ അതിന് ഉത്തരമായി ഈ വൈദികൻ പറയുന്നത്, എന്നെ കാറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഫ്രാൻസിസ് പറയുന്നുണ്ട്, അതെ, ദൈവത്തിൻ്റെ കാറ്റ്. അപ്പോൾ ഇതുപോലെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഓരോ മനുഷ്യരെയും കൊണ്ടെത്തിക്കുന്ന കാറ്റായി നമ്മൾ മാറണം. ആത്മാവിൻ്റെ നിറവുള്ള കാറ്റ്, സ്നേഹത്തിൻ്റെ നിറവുള്ള കാറ്റ്. അപ്പോൾ ഭയപ്പാടുകൾ ഇല്ലാതാക്കുന്ന കൊടുങ്കാറ്റിൻ്റെ ശക്തി ക്രിസ്തുവിലേക്ക് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ശക്തിയായി നമ്മൾ മാറണമെന്നാണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി തീനാവുകളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാണ്. ഇത് ആർക്കും കെടുത്തിക്കളയാനാവുന്ന ശക്തിയല്ല. ഉയർപ്പിന് ശേഷം 50-ാമത്തെ ദിവസം ക്രിസ്തു ഈ ആത്മാവിനെ നമുക്ക് വർഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ ഒരിക്കൽ ഊതി അണയ്ക്കാൻ ശ്രമിച്ചിരുന്നവരുടെ മുമ്പിലേക്കാണ് അവൻ ഉയർപ്പിൻ്റെ തീനാളമായി ഉയർത്തെഴുന്നേറ്റത്. ഇതേ ശക്തി ഓരോ ക്രൈസ്തവനും അവിടെ നൽകുകയാണ്. ആർക്കും തകർത്തെറിയാനാകാത്ത ആത്മീയ നിറം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും ക്രിസ്തു പകർന്നു നൽകിയിരിക്കുന്നത്. ഇതിനെ കെടുത്തിക്കളയാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവമാണ് ആത്മാവായി മനുഷ്യൻ്റെ മീതെ അവൻ്റെ ശിരസ്സിന് മുകളിൽ ഒരടയാളമായി നിൽക്കുകയാണ്. ചലിക്കുന്ന ഈ ആത്മാവ് അഗ്നി പോലെ മനുഷ്യരെ തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യാനായി പ്രേരിപ്പിക്കുന്ന ഒരാത്മാവായി മാറുകയാണ്. ഈ നാവ് സ്നേഹം കൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന നാവായി മാറുകയാണ്. അപ്പോൾ ആത്മധൈര്യത്തോടെ, ജ്വലിക്കുന്ന ശക്തിയോടെ, സ്നേഹത്തിൻ്റെ നാവോടെ ഈ ലോകത്തിന് മുമ്പിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണമെന്നുള്ള ഒരു വിളിയാണ്. അങ്ങനെ തിരിക്കുന്നവർക്ക് ഒരു സൂചന കൂടി നൽകുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആത്മാവിൻ്റെ ശക്തി എപ്പോഴും ഉണ്ടെന്ന്. ഈ ആഫ്രിക്കക്കാരുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന് 1 വയസ്സോ 2 വയസ്സൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു കാടിൻ്റെ നടുവിലേക്ക് അപ്പം പോവുകയും കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അദ്ദേഹം പോവുകയും ചെയ്യും. കുഞ്ഞ് ഭയപ്പാടോടുകൂടെ ഇങ്ങനെ നോക്കുകയാണ്. ശബ്ദത്തിൻ്റെയൊക്കെ നിലവിളിയും രാത്രിയുടെ ഇരുട്ടും ഒക്കെ അവനെ ഒത്തിരിയധികം ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ അപ്പൻ തൊട്ടടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. കുഞ്ഞിന് അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ ഒരു അടയാളമായി പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്നാണ്. സംരക്ഷണത്തിൻ്റെ കവചമായി. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തിരികെ വന്ന ജനത്തിന് ദൈവം സംരക്ഷണം നൽകിയതിനെക്കുറിച്ച് പറയുന്നത് അവിടുന്ന് മേഘസ്തംഭവും അഗ്നിത്തൂണുമായി നിന്നെന്നാണ്. അപ്പോൾ ഇതുപോലെ അഗ്നിത്തൂണായി നമ്മുടെ ശിരസിന് മുകളിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം സംരക്ഷണത്തിൻ്റെ കവചമായി കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ആത്മാവ് എൻ്റെ കൂടെ നടക്കുന്ന സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ബോധ്യം. ഈ ബോധ്യത്തിലേക്ക് തിരിച്ചു വരുവാനുള്ളൊരു വിളിയാണ് ഇന്നത്തെ തിരുനാൾ. പലപ്പോഴും ആത്മാവിനെ സ്വീകരിച്ചത് മറന്നു പോയവരാണ് നമ്മൾ.
ഈ തിരുനാൾ ഞാൻ ആത്മാവിനെ സ്വീകരിച്ചവനാണെന്നും കൊടുങ്കാറ്റിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ആത്മാവ് നൽകിയിട്ടുണ്ടെന്നും തീനാവുകൾ പോലെ ജ്വലിക്കുന്ന സ്നേഹത്തോടെ ഈ ലോകത്തിലേക്ക് ജീവിക്കേണ്ടവനുമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഇത് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുന്ന മനുഷ്യനായി ഞാൻ മാറണം. സ്നേഹിക്കുന്ന മനുഷ്യനായി മാറണം. കൂട്ടായ്മയോട് ഒരുമിപ്പിക്കുന്ന മനുഷ്യനായി മാറണം. ആരെയും തകർത്തെറിയുകയോ ശപിക്കുകയോ പൊറുക്കാതിരിക്കുകയോ ചെയ്യുന്ന എല്ലാവരോടും സ്നേഹത്തോടെ ക്ഷമിച്ചു പുറത്തുകൊണ്ട് നടക്കുന്ന ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച മനുഷ്യരാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് നൽകുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ പ്രവർത്തിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിനെ സ്വീകരിച്ചവരാണ് ഞാനെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.